അതെ, കുറേ നാളുകൾക്ക് ശേഷം ഒരു മാസത്തിനടുത്തായി ഇവരെയൊക്കെ അഴിച്ചു വിട്ടിട്ട് നമ്മൾ തൊഴുത്തിൽ തന്നെ മാറ്റി. പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, തൊഴുത്ത് കഴിഞ്ഞ് പിന്നെ പുറത്ത് അഴിച്ചു വിട്ടൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറേ ദിവസം ഒരു മാസത്തിനടുത്തായി നമ്മളിവരെ അഴിച്ചു വിട്ടിട്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. കാരണം അവർ എന്താ പറയുക, അങ്ങനെ തൊഴുത്ത് അത് കഴിഞ്ഞാൽ പുറത്ത് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോലും പറ്റാതാകുമ്പോൾ അവർക്കും ഭയങ്കര ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് വീണ്ടും നമ്മൾ കണ്ടില്ലേ നമ്മുടെ പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസം പുല്ലുമില്ല. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് അച്ഛനിവിടെ ഇല്ല. അതുകൊണ്ട് പുല്ലും അവർക്ക് കിട്ടാനില്ല, വൈക്കോല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പച്ചപ്പ് കണ്ടപ്പോൾ ശരിക്കും അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടേ. അമ്മു നമ്മൾ ഒരു മാസമായിട്ട് അഴിച്ചു വിടാത്തതിൻ്റെ എല്ലാം കൂടി ഇന്ന് തന്നെ തീർത്തിട്ടുണ്ട്. അവൾ ഇത്രയും നേരം എന്നെ വലിച്ചുകൊണ്ട് ഓട്ടവും എല്ലാം ആയിരുന്നു. ഇപ്പോഴാണിത് പച്ചപ്പ് കണ്ടപ്പോൾ അവൾ അങ്ങനെ നിന്ന് മെയ്യുന്നുണ്ട്. വേണ്ടല്ലേ, നമ്മൾ ഇവളുടെ കയറുണ്ടായിരുന്നു, കുറച്ച് വലിയ കയറ്. പക്ഷെ അത് നമ്മൾ പോത്തിന് കയറില്ലാതായപ്പോൾ അത് കൊടുത്തതുകൊണ്ട് ഇവളിപ്പോൾ നമുക്ക് ചെറിയ കയറിൽ തന്നെ കെട്ടിയിടേണ്ടി വന്നു. പിന്നെ വൈകിട്ട് പോയിട്ട് നെന്മാറി പോയിട്ട് നമുക്ക് ഒരു കയറ് വാങ്ങിക്കണം. എന്നിട്ട് ഇവിടെ പഴയതുപോലെ നമുക്ക് പറമ്പിൽ കൊണ്ടുവന്ന് ഇട്ടി മേയ്ക്കണം. കാരണം ഇപ്പോൾ അത്യാവശ്യം കുറച്ചിങ്ങനെ ഈ കനാൽ വെള്ളമൊക്കെ തീ കൂടിയാണ് വരുന്നത്. അപ്പോൾ വന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു നനവ് കൊണ്ട് പച്ചപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ഇങ്ങനെ മേയാനൊക്കെ വേണ്ടിയിട്ടുള്ള പച്ചപ്പ് ഇവിടെ ഉണ്ട്. കണ്ടില്ല, അവൾക്കും പച്ചപ്പ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 21 ദിവസം ആണ് സാറ് പറഞ്ഞു. മിനിമം ഒരു 21-29 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് അതറിയാൻ പറ്റുക, കുത്തിവെച്ചത് പിടിച്ചിട്ടുണ്ടോയെന്ന്. അതറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും മതി എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രഗ്നൻസിൻ്റെ നമുക്ക് പൊളയിളകാന്നൊക്കെ പറയില്ല, അത് വീണ്ടും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ 21 ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കുത്തിവെച്ചത് പിടിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ വീണ്ടും കുത്തിവെക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കണം, അങ്ങനെ കുത്തിവെച്ചത് പിടിക്കാണ്ടാവുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇപ്പോൾ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും കൂടി വേണം. അതാണ്ടില്ല അവൾ എവിടേക്കൊക്കെയോ പോകണം, ചെടിയിലും തോണിയിലും കൂടെയൊക്കെ നടക്കുന്നത്. അവിടെ ഒരു കുഴിയാണ്, ഈ കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കും മഴക്കാലമായി കഴിഞ്ഞാലും. അതുപോലെ കനാൽ വെള്ളം വരുമ്പോഴൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതാ ഉണ്ടല്ലേ. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കേട്ടോ, ഇത് ഈ സ്പോട്ട് ഏതാണെന്നും എങ്ങനെയാണെന്നൊക്കെ. പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയില്ല, മുൻപ് മുതലേ വീഡിയോസ് നമ്മൾ പോത്ത് ജീവിതമൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും ഇതേതാ സ്പോട്ട്. നമ്മുടെ വീട്ടിൻ്റെ തന്നെ നമ്മുടെ തൊഴുത്തുണ്ടല്ലോ, തൊഴുത്തിൻ്റെ പുറകിലാണ് ഈ സ്പോട്ട് വരുന്നത്. ഈ ഗ്രൗണ്ടിലാണ് ഞാനൊക്കെ കളിച്ച് തുടങ്ങിയത്. എന്തായാലും നമ്മുടെ പശു അവിടെ മേയുന്നുണ്ട്, അമ്മ മേയുന്നുണ്ട്. അവൾക്കും പുല്ല് കണ്ട അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം. ഒരു മാസത്തിനടുത്തായി അവളെ നമ്മൾ അഴിച്ചു വിട്ടിട്ട് അതിൻ്റെ ഒരു സങ്കടമൊക്കെ അവൾക്കുണ്ട്. അതൊക്കെ അവളിന്ന് തീർത്തിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ തന്നെ അവൾ നല്ല എന്താ പറയുക, നല്ലൊരു ചാട്ടും ഓട്ടും എന്നെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്നു. അതുപോലെ തന്നെ പൊന്നുമാണ് കുഞ്ഞിനെ അഴിച്ചുകൊണ്ട് വന്നത്. പൊന്നുവിൻ്റെ കാലിലൊക്കെ ചവിട്ടി കുഞ്ഞിനെ അവസാനം പൊന്നു കയറോടെ അങ്ങനെ വിട്ടു. കുഞ്ഞോടെ നിന്ന് അങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മനെ കൊണ്ടുവന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ കുഞ്ഞോടെ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു, ഒറ്റയ്ക്കാണ് വന്നത്. അവൾക്ക് പിന്നെ സ്പോട്ട് അറിയാം, അതുകൊണ്ട് അവൾ കറക്റ്റായിട്ട് വന്നതേ. അവിടെ നിന്ന് മേയുന്നുണ്ട്, കൊക്ക് കണ്ടില്ലേ ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ ആടും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു അമ്മൻ്റെ ആടാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളും ഇതിലൊരു തുടക്കക്കാരായിരുന്നു. അപ്പോൾ നമ്മളും കാര്യങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഡൗട്ടും കാര്യങ്ങളും പേടിയും ടെൻഷനും എല്ലാം ഇപ്പോൾ മാറിക്കിട്ടി. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനിപ്പോൾ നമുക്കൊരു പശുവിന് എന്താണെങ്കിലും എന്ത് കാര്യം വന്നാലും അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അറിയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവരെ നല്ല അടുത്തറിഞ്ഞ് ഡെയിലി നമ്മൾ കണ്ടും കേട്ടും ഇവരെ പഠിച്ചതുകൊണ്ട് ഇവരുടെ ഒരു പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വയ്യാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ ഹാപ്പിയാണോ സാഡാണോ എന്നൊക്കെ നമുക്ക് ഇവരെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് ഇവരുടെ അടുത്ത് ഇടപഴകുന്നതുകൊണ്ട് ഞാൻ മുമ്പും പറയാറുള്ള പോലെ നമ്മളുടെ ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയം നമ്മൾ ഇവരുടെ കൂടെ തന്നെയാണ്. അതിന് ഇവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്യാപ്പിലാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമുക്കും ഇവരെക്കുറിച്ച് കൂടുതലായി പഠിക്കാനൊക്കെ പറ്റി. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ തുടക്കമാണ്. എനിക്ക് ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഫാമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇതും പോത്തും. ഇനിയിപ്പോൾ നമ്മൾ ഒരു 2-3 പശു കൂടി വാങ്ങിക്കാനുള്ള പ്ലാനുണ്ട് ഇപ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്ഥലം സൗകര്യം എല്ലാം കൂടി നോക്കിയിട്ട് വേണം പിന്നെ അതിന് പതിയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട്. എന്തായാലും അവൾ മേയട്ടെ. അവളും കുറേ ദിവസം അയച്ചു വിടാത്തതിൻ്റെ ഒരു സന്തോഷം അവളുടെ ആ ഒരു തീറ്റയിലും കാണുന്നുണ്ട്. എന്തായാലും മേട്ട് നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക. അതുപോലെ തന്നെ മുമ്പ് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരിക. നമ്മൾ ഈ ഒരു പശു അല്ലെങ്കിൽ പശു വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ നമുക്കപ്പം നമ്മുടെ ഡൗട്ടുകളും നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അത് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞു തരിക, കമൻറ്റായിട്ടും ഒക്കെ നമുക്ക് പറഞ്ഞു തരാം. എല്ലാവരും വീഡിയോക്കും നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുക.